മുനിസിപ്പൽ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനുണ്ട്. ജോർജ് ജോസഫ്, താങ്കൾ ഈ വിഷയം അത് കൃത്യമായി താങ്കൾ പഠിച്ചു കാണും. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ മോഷണം അതിൽ ആദ്യമായല്ല ആരോപണം ഉയരുന്നത്. അതിനുശേഷം പല അന്വേഷണങ്ങൾ നടക്കും. പക്ഷേ ഇതങ്ങ് ന്യൂട്രലൈസ് ചെയ്തു പോകും. പിന്നീട് ഇതിനെക്കുറിച്ച് അറിവൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു മോഷണം നടക്കുമ്പോഴും അത് പുറത്തു വരുമ്പോഴും മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നത്. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നിധിശേഖരമുള്ള, അതായത് 7000 കോടി ഡോളറിലേറെ 6 ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ മൂല്യം എന്താണ് എന്നുള്ളത്. ലോകമൊക്കെ അത്ഭുതത്തോടെ കേട്ട ഒരു കണക്ക് കൂടിയാണിത്. അവിടെ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ മതിയോ കാര്യങ്ങൾ? ഇല്ല, അവിടെ നമുക്ക് അവിടുത്തെ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ സ്വർണത്തിന് അതിനൊക്കെ സെക്യൂരിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഓഫറിംഗ് ആയിട്ടും ലഭിക്കുന്ന സ്വർണങ്ങൾ ക്യാഷ് കൊണ്ട്, അപ്പൊ സ്വർണ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് അതിന് ഇതുപോലെയുള്ള വാതിലിലെ ഒക്കെ സ്വർണം പൂശുന്ന നടപടികൾ വരുമ്പോഴാണ് അത് വെച്ചിരിക്കുന്ന അറയിൽ നിന്ന് എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ പതിനാമത്തെ ഒറിജിനൽ അറയിലൊന്നും ആർക്കും ഇപ്പം തൊടാൻ പറ്റില്ല. സുപ്രീം കോടതി ഇടപെട്ടുള്ളതെല്ലാം സീൽ ചെയ്ത് വെക്കണം. അവിടുത്തെ സ്വത്തുക്കൾക്കൊന്നും ഒരു പ്രശ്നം. അതിനുള്ള ഒരു സെക്യൂരിറ്റിയാണ് മെയിൻ ആയിട്ട് അവിടെ പോലീസ് ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. അവിടെ മുകളിൽ കൂടെ ഡ്രോൺസ് ഒന്നും പറക്കാൻ, കാരണം ഇന്റർനാഷണൽ ആയിട്ടുള്ള കള്ളന്മാരാണ്. 1000 കോടി രൂപയുടെ സ്വത്ത് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടൊന്നും പ്രവേശിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ഇപ്പോൾ ഈ 13 പവൻ അവിടെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് അവിടുത്തെ വരുമാനത്തിന്റെ അകത്തുനിന്നുള്ള സ്വർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വെക്കാനുള്ള പ്രത്യേക അറകളും സംവിധാനങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അവിടുന്ന് എടുത്തിട്ടാണ് ഇതിന്റെ ശ്രീകോവിലിന്റെ ആ വാതിലില് അവര് സ്വർണം പൂശുന്നത്. പൂശുന്ന സമയത്ത് മുമ്പ് അത് കമ്പിയായിട്ട് ദണ്ടുകളായിട്ട് മാറ്റും. നൂൽക്കമ്പി പോലെ ആക്കിയിട്ട് അത് വാതിലിൽ ഉരുക്കി ചേർക്കാൻ എളുപ്പമാണ്. അപ്പൊ അതിന് അവിടെ സ്ഥിരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള അതുപോലെ ഈ സ്വർണ്ണപ്പണിക്കാർ അവിടെ ഉണ്ട്. ഇനി പുതിയ കോൺട്രാക്ട് വല്ലതും എടുത്തൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് ഈ നൂൽക്കമ്പി പോലുള്ള സാധനങ്ങൾ മണ്ണിനടിയിലേക്ക് പോയിരിക്കുകയാണ്. ഒരടി താഴ്ത്തി മണ്ണിനകത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. അത് അവിടെ പണി ചെയ്ത അവിടെ അത്രയും ഭാഗത്ത് എത്ര പേരുണ്ടോ അവരിൽ കൂടെ അല്ലാതെ ഇത് നടക്കത്തില്ല. കാരണം ഇത് ബുധനാഴ്ച എടുത്തിട്ട് ശനിയാഴ്ച എങ്ങാണ്ട് വീണ്ടും തുറന്നപ്പോൾ ഇത് കണ്ടില്ല. അപ്പൊ 4-5 ദിവസം അവിടെ ഈ സാധനം എവിടെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ കൊണ്ടുവന്ന് ഇപ്പം കുഴിച്ചെടുത്തെന്ന് പറയുന്ന അവര് തന്നെ കൈകൊണ്ട് മണ്ണ് മാറ്റിയപ്പോൾ എടുത്തെന്ന് പറയുന്ന കമ്പികള് അവിടെ മെറ്റൽ ഡിറ്റക്ടർ നേരത്തെ ഉപയോഗിച്ചതാണ്. അന്നേരം ഈ സാധനം ഇല്ല. പോലീസ് ഇപ്പിടി വീടും അറിഞ്ഞുകൊണ്ടാണ് ഇത് അവിടെ കൊണ്ട് വെച്ച് കുഴിച്ചിട്ടത്. അതൊരു മോഷണം തന്നെയാണ്. അതിനകത്ത് ഇനി എന്ത് പറഞ്ഞാലും ശരി, അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിനകത്ത് പോലീസായാലും ശരി, ക്ഷേത്രഭാരവാഹിയാലും ശരി, ആ പുണ്യക്ഷേത്രത്തിന്റെ അവിടുന്ന് നടന്ന മോഷണം അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. അത് അവിടെ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. നേരത്തെ മുതൽ എനിക്കറിയാം, ഞാൻ അവിടെ AC ഒക്കെ ആയിട്ട് ഇരുന്ന മനുഷ്യനാണ്. അന്ന് തൊട്ട് ഈ മോഷണം നടക്കുന്നുണ്ട്. അതിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള അതിന്റെ ജീവനക്കാര്, അവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ തന്നെയാണ് ഇത് എടുക്കുന്നത്. അല്ലാതെ വെളിയിൽ നിന്ന് ആർക്കും അവിടെ പ്രവേശനമില്ല ഈ പണിയുന്ന സ്ഥലത്തും. അപ്പൊ അത് കിഴക്കേ നടയിലാണ് ഈ സ്വർണത്തിന്റെ ഈ വാതില് സ്വർണം പൂശുന്നതൊക്കെ കിഴക്കേ നടയിലാണ്. അപ്പൊ അവിടെ ഇപ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ലോക്കറിലാണ് അവിടുന്ന് എടുത്ത് സെക്യൂരിറ്റിക്കാരുടെയും പോലീസിന്റെ സാധനം എടുത്ത് അവർ ഈ വാതില് അവര് മെൽറ്റ് ചെയ്ത് അവിടെ വാതിലിൽ പൂശുന്നത് കഴിഞ്ഞ് തിരിച്ച് മിച്ചമുള്ള സാധനം അതേ ലോക്കറിൽ കൊണ്ട് വെക്കും. അപ്പം കഴിഞ്ഞ ബുധനാഴ്ച എടുത്തോണ്ട് വന്ന് ഈ പണിയെല്ലാം ചെയ്തതിനു ശേഷം ശനിയാഴ്ച വെച്ചപ്പോ, അല്ലെങ്കിൽ ബുധനാഴ്ച അത് തിരിച്ചു വെച്ചപ്പം ആ സാധനം വെച്ചില്ല എന്നതിന്റെ അർത്ഥം. അങ്ങോട്ട് കയറിയില്ല, ലോക്കറിൽ കയറിയില്ല. അവർ അതിന്റെ കൂടെ വേറെ കുറെ സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് ചേർത്തിട്ടാണ് ലോക്കറിലോട്ട് കൊണ്ടുപോയെന്ന് പറയുന്നു. ഈ സാധനം അതിന്റെ കൂടെ ഇല്ല. താഴെ പിന്നെ അതൊന്നും നോക്കണ്ട, ഇത് അഴിച്ചു മാറ്റിയത് തന്നെ. കാരണം ഒരടി താഴ്ച കുടിച്ചിട്ടിട്ടുണ്ട്. അതിനകത്ത് ഇനി വേറെ എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ കള്ളനെ പിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് പോലീസ് നീങ്ങണം. ശരി, നന്ദി സാർ. ശ്രീ ബബലു ശങ്കർ കൂടി ടെലിഫോൺ ലൈനുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം മുൻ ജീവനക്കാരനാണ്. ശ്രീ ബബലു ശങ്കർ, താങ്കൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇത് മോഷണമാണോ, അബദ്ധത്തിൽ സംഭവിച്ചതാണോ? ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന കുറച്ച് നാളായിട്ടുള്ള പ്രതിഭാസമാണ്. അതായത് ചില സാധനങ്ങൾ അവിടുന്ന് നഷ്ടപ്പെടുകയും അതിനുശേഷം അത് കുറച്ച് ദിവസത്തിനകത്ത് ചിലപ്പോൾ ചില സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ചില സാധനം കിട്ടാതെ വരുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ഒരു മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രതിഭാസം. ഒരുപക്ഷെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്രയും വലിയ നിധിശേഖരമുള്ള സ്ഥലത്ത് ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ്? ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ്. ഇത് നിലവറയിൽ നിന്നും പോയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം ജോസഫ് സാർ പറഞ്ഞ പോലെ അല്ല.
നിലവറയിൽ നിന്നും സാധനം പോയിട്ട് പൂവട്ടക എന്ന് പറഞ്ഞത് നിലവറയിൽ ഇൻവെന്ററി സെക്ഷൻ എടുത്ത് കാത്തു സൂക്ഷിച്ച സാധനമാണ് അവിടുന്ന് പോയത്. എന്നാൽ കോടതിയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2.5-3 വർഷമായിട്ട് ഞാൻ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് അപേക്ഷകൾ കൊടുത്ത സമയത്ത് അത് നിരസിച്ചതിനെ തുടർന്ന് ഇവിടെ നീതി ലഭിക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അന്ന് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചപ്പോൾ ഇവരിത് തിരിച്ചു മറുപടി കൊടുത്തിരിക്കുന്നത് പൂവട്ടക എന്ന് പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. എന്നാൽ അത് ഞങ്ങൾ റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അത് എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? സ്വർണത്തിന്റെ പഴയ സ്വർണത്തിന്റെ മൂല്യവും അതെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആന്റിക് വാല്യൂ 600 വർഷം പഴക്കമുള്ള ഒരു സാധനം അവിടെ നഷ്ടപ്പെടുകയും അതിനെ തിരിച്ച് റീപ്ലേസ് ചെയ്യും. അതാണ് അതോറിറ്റി ചെയ്യുന്നത്. ഇന്നല്ല പണ്ടും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ള ചില സാധനങ്ങൾ പോകുമ്പോൾ ഇത് ഇപ്പം ഹനുമാസ്വാമിയുടെ രുദ്രാക്ഷമാല നഷ്ടപ്പെട്ടായിരുന്നു. 2 ദിവസം കഴിയുമ്പം അത് ചവറുകൂനെ എന്ന തെക്കേ തറയിൽ നിന്ന് തിരിച്ചു കിട്ടുന്നു. നിവേദ്യ ഉരുളി പോയി കഴിഞ്ഞു, അത് തിരിച്ചു വന്നു. എന്നാൽ പോലീസ് അതിന്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല. അതിന് തെറ്റിന്റെ ഇന്റൻഷൻ ഇല്ല എന്ന് പറയുന്നു. വെള്ളിക്കിണ്ണം ക്ഷേത്രത്തിൽ നിന്ന് വെള്ളിക്കിണ്ണവും അതിന്റെ കൂടെ എന്താണ് പോയെന്നറിയില്ല. പക്ഷെ പോയ സാധനം തിരിച്ച് 2 ദിവസം വന്ന് കയറുമ്പോൾ അത് അപ്രൈസ് പോലും ചെയ്യാതാണ് ഇത് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെടുക്കുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2022-23 കാലഘട്ടത്തില് മഹിംഷ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഇത് കീ പോസ്റ്റുകളിലെല്ലാം ഡെയിലി വേജസുകാരെ കുത്തു നിറച്ചുകൊണ്ട് ഇദ്ദേഹം ചൊൽപ്പടിക്ക് ക്ഷേത്രത്തിന്റെ മുഴുവൻ സംവിധാനത്തിനെ ഒരുപക്ഷെ ഭരണസമിതി ഉണ്ടായിട്ടും അവിടെ മറ്റൊരു പവർ സെന്റർ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് യാതൊരു തരത്തിലും ഒരു തരത്തിലും ഒരു സേഫ് കസ്റ്റഡിയിലല്ല ചില താരങ്ങൾ നഷ്ടപ്പെടുന്നതും. എന്നാൽ അതിന്റെ പേരിൽ അന്വേഷണം ഇന്ന് ഞാൻ ഹൈക്കോടതി പോയതിനു ശേഷമാണ് ഇപ്പോൾ ചില സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇദ്ദേഹം പരാതിയായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പരാതിപ്പെടാൻ തയ്യാറില്ല. പോലീസിന് പണ്ടേ പോയിട്ടുള്ള സാധനങ്ങള് പരാതിപ്പെട്ടിരുന്നെങ്കിൽ അവരിത് കണ്ടെത്താനുള്ള സംവിധാനം ഉള്ളവരും ചെയ്യുമായിരുന്നു. പക്ഷെ പണ്ടൊന്നും പോയിട്ടുള്ള സാധനങ്ങള് 2022-2023 നഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തുകൊണ്ട് ഇവര് പരാതി കൊടുത്തിട്ടില്ല? അല്ലെ, പരാതി കൊടുക്കുന്ന ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർക്ക് കൂടി ഇതിൽ പങ്കാളിത്തമുള്ളപ്പോൾ, അത്തരത്തിലുള്ള സംശയങ്ങളുള്ളപ്പോൾ അവർ പരാതിയുമായി പോകേണ്ട കാര്യമില്ലല്ലോ. 100%. അതുകൊണ്ട് തന്നെയാണ് ഇവർ പരാതിയായിട്ട് മുൻകാലങ്ങളിൽ പോകാത്തത്. ഇന്ന് ഇപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ പരാതി കൊടുക്കുന്നതിന്റെ പരം ഇപ്പൊ ഫോർട്ട് സ്റ്റേഷനിൽ ആരാണ് പരാതി കൊടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നത്? അവിടുത്തെ അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറാണല്ലോ പരാതി കൊടുക്കേണ്ടത്. അല്ലാതെ ആ ഒരു സെക്ഷനിലുള്ള ഒരാൾ എങ്ങനെയാണ് കൊണ്ട് പരാതി കൊടുക്കുന്നത്? ഈ കോടതി ഒരു ഭരണസമിതി നിശ്ചയിച്ചിരുന്നു. ശക്തമായ ചില അന്ന് 2011 കഴിഞ്ഞ ശേഷം കോടതിയിൽ ഇടപെടലൊക്കെ ഈ വിഷയത്തിലുണ്ടായിരുന്നു. അത് പക്ഷേ ശ്രീ ശശിഭൂഷൺ സാറൊക്കെ പറഞ്ഞത് അതിന് പൂർണ്ണമായി അതിനുശേഷമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഒരു ഭരണസമിതി എന്നതിനപ്പുറം നിയന്ത്രണം ഇപ്പോഴും മറ്റു ചില ആളുകളുടെ കയ്യിലാണ്. ഈ ഭരണസമിതി ഒരു നോക്കുകുത്തിയായി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് താങ്കൾക്ക് ബോധ്യപ്പെട്ടുള്ളത്? അതെ, അങ്ങനെ തന്നെയാണ്. ശശിഭൂഷൺ സാർ പറഞ്ഞതിൽ